വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ഒരിടം വരെ പോവുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതെന്തിനാണെന്ന് ഞാൻ പറയാവേ. അപ്പോഴേക്കും നിങ്ങൾ കുറച്ച് പ്രകൃതി രമണിയൊക്കെ ആസ്വദിക്കേ. അപ്പം ഞാനിപ്പോൾ ഈ പോകുന്ന ഈ കാര്യമുണ്ടല്ലോ, ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യമാണ് കേട്ടോ. ആൻഡ് അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആദ്യം തന്നെ ദൈവത്തിന് ഒത്തിരി നന്ദി, പിന്നെ കൂടെ ഒരാളുണ്ട്, അപ്പോൾ അവർക്കെല്ലാം ഒത്തിരി നന്ദി. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. കാരണം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുള്ളത് തന്നെ വലിയ കാര്യമായിട്ട് കാണാറുണ്ട്. കാരണം ചിലരൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പം പിന്നെ ഇപ്പം നിനക്ക് ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പിന്തിരിപ്പിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. നിനക്ക് ഉറപ്പാണോ, നീ ഓക്കെ എന്നാൽ നമുക്ക് സെറ്റാക്കാമെന്ന് പറയാനായിട്ട് എനിക്കൊരാളുണ്ട്. അതാണ് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു, പ്രത്യേകിച്ച് ദൈവത്തിന് ഒത്തിരി താങ്ക്സ്. ഇപ്പം നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു തയ്യൽ മെഷീൻ വാങ്ങണമെന്നുള്ളത്. ആൻഡ് പവർ മെഷീൻ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് നമ്മൾ വാങ്ങാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ പഠിപ്പിക്കുന്നിടത്താണേലും ചോദിച്ചു കഴിഞ്ഞപ്പം ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞത് എപ്പോഴും പവർ മെഷീനാണ് നല്ലത്. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ നമ്മളും വിചാരിച്ചു എങ്കിൽ പിന്നെ പവർ മെഷീൻ തന്നെ എടുക്കാമെന്ന്. പിന്നെയുള്ള എൻ്റെ ഒരു സംശയം ജാക്ക് എടുക്കണോ ഉഷ എടുക്കണോ എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും സെയിം വോട്ട് പോലെ ആയിരുന്നു കേട്ടോ. ആരോട് ചോദിച്ചാലും ഈ 2 പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഞാൻ വിചാരിച്ചു ജാക്ക് എടുക്കാമെന്ന്. കാരണം വേറൊന്നുമല്ല, എൻ്റെ പേര് ജിബിയ ആൻഡ് നമ്മുടെ ചാനലിൻ്റെ പേര് ജീംബൂമ്പ. അപ്പം ജെ ആണല്ലോ, അപ്പം ജാക്ക് ജെ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ജാക്ക് തന്നെ എടുത്തേക്കാന്ന്. ആൻഡ് നമ്മുടെ മെഷീൻ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. ഈ ഒരു മൊമെൻറ്റിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സാധനം ഞാൻ വാങ്ങിയെന്ന്. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് മുഴുവൻ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് സമയം കളയായിരുന്നു. കാരണം അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു, അങ്ങനെ കുറേ പരിപാടിയാണ് കേട്ടോ. പുതിയൊരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങുമ്പം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ മുറുക്ക പിടിച്ചോ, ഉറപ്പായിട്ടും ഒരു ദിവസം നടന്നിരിക്കും. കാരണം എനിക്ക് ഉറപ്പാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ ഇത് നടന്നില്ലേ, സോ നിങ്ങൾക്ക് നടക്കൂന്നേ. എന്താണോ നമ്മുടെ ആഗ്രഹം അതിനെ അങ്ങ് മുറുക്ക പിടിക്കുക. അപ്പം തൽക്കാലം ഇന്നത്തേക്ക് പോവുകയാണേ. ബൈ ബൈ.